ജുനാഗഡ് കാടിനുള്ളിൽ കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനായി വേട്ടക്കാരെത്തി. കേട്ടോളൂ കൂട്ടുകാരെ, ഈ ആഴ്ചയിൽ എങ്ങനെയെങ്കിലും ഒരു സിംഹത്തിനെയും ഒരു മാനിനെയും പിടിച്ചേ മതിയാകൂ. ജീവനോടെ ആയാലും കൊന്നിട്ടായാലും. ഓ മൈ ഗോഡ്, ഇതിന്റെ അർത്ഥം സിംഹത്തിനും മാനിനും വലിയ ആപത്തെന്നല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോനു, 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 വലിയ പ്രശ്നം വന്നിരിക്കുക. നമ്മുടെ സിംഹത്തിനും മാനിനും വലിയ പ്രശ്നം സംഭവിക്കാൻ പോണു. നീ എന്തായി പറയുന്നേ? നമ്മുടെ കാടിന്റെ രാജാവായ സിംഹരാജന് എന്താപത്ത് വരാനാ? കാട്ടിൽ വേട്ടക്കാർ വന്നിരിക്കുകയാണ്. അവർ ഈ ആഴ്ച തന്നെ മാനിനെയോ അല്ലെങ്കിൽ സിംഹത്തിനെയോ ജീവനോടെയോ അല്ലാതെയോ പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. അത്രയ്ക്ക് ധൈര്യമാണോ ആ വേട്ടക്കാർക്ക്? എന്നെ വേട്ടയാടാൻ വരാനായിട്ട്? ഈ സിംഹരാജനെ വേട്ടയാടുക എന്നത് ചില്ലറ കാര്യമല്ല. ഇത് സിംഹരാജാവാ. പഞ്ച് ഡയലോഗ് അടിച്ചോണ്ടിരിക്കേണ്ട സമയമല്ല ഇത്. ആ വേട്ടക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മാർഗം ആലോചിക്ക്. എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ട്. ആ വേട്ടക്കാർക്ക് വേണ്ടത് സിംഹത്തിനെയും മാനിനെയും മാത്രമല്ലേ? അതുകൊണ്ട് നാളെ രാവിലെ നമുക്കൊരു പദ്ധതി തയ്യാറാക്കാം. സിംഹരാജാവ് മാനിനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് പോലെ അഭിനയിക്കണം. ഇത് കാണുമ്പോ ആ വേട്ടക്കാരെങ്ങനെ ആലോചിക്കുമെന്ന് അറിയാമോ? സിംഹരാജാവ് നമ്മുടെ മാനിനെ വേട്ടയാടുമെന്നാ കരുതുക. പിന്നെ വേട്ടക്കാർക്ക് ആവശ്യം നമ്മുടെ സിംഹത്തിനെയും മാനിനെയും മാത്രമല്ലേ? രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ വേട്ടക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ഇവരുടെ നേർക്ക് മാത്രമാവും. ആ തക്കം നോക്കി നമ്മൾ എല്ലാവരും കൂടി പുറകിൽ നിന്ന് ആ വേട്ടക്കാരെ ആക്രമിക്കണം. എല്ലാവരെയും ഒരേ സമയത്ത് ആക്രമിച്ച് അവരുടെ കഥ നമുക്ക് കഴിക്കാം. ഈ തീരുമാനം വളരെ മികച്ചതാണ്. ഇവൻ പറഞ്ഞ ഈ ഐഡിയ വളരെ നല്ലത് തന്നെയാണ്. നാളെ രാവിലെ നമുക്കിതുപോലെ ചെയ്യാം, കുറുക്കൻ പറഞ്ഞതുപോലെ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് നല്ല സുഖമില്ല, മരുന്ന് വാങ്ങാനുണ്ട്. മരുന്ന് വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് കുറുക്കൻ അവിടെ നിന്ന് നടന്നുപോയി. ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് കുറുക്കൻ പോയത് വേട്ടക്കാരുടെ അടുത്തേക്കാണ്. നമസ്കാരം വേട്ടക്കാരൻ ചേട്ടാ. കണ്ടില്ലേ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഭാഗ്യമെന്ന് പറയുന്നത്. വേട്ടയ്ക്കുള്ള ഇര തന്നെ വേട്ടക്കാരനെ തേടി എത്തിയിരിക്കുകയാണ്. വേട്ടക്കാരൻ ചേട്ടാ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ നിങ്ങളുടെ ഇരയല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനോ? അതെങ്ങനെ? ഈ കാടിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സഹായം ചെയ്യാനും എനിക്ക് കഴിയും. നിങ്ങൾ ആരെയാണോ പിടിക്കാൻ വന്നത് അവരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിടിച്ചു തരാൻ എനിക്ക് കഴിയും. എന്ന് വെച്ചാൽ നീ ആ സിംഹത്തിനെയും മാനിനെയും പിടിച്ചു തരുമെന്നാണോ? അതെ, എനിക്ക് അവരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിടിച്ചു തരാൻ കഴിയും. അത് കൊള്ളാം. അപ്പൊ പകരമായി നിനക്ക് എന്താണ് വേണ്ടത്? ഈ ലോകത്തിലെ എല്ലാവരും എന്നെ സൂത്രശാലി എന്നാണ് വിളിക്കാറുള്ളത്. ഈ കാട്ടിലെ മറ്റു മൃഗങ്ങളെക്കാൾ എനിക്ക് ഇത്തിരി ബുദ്ധി കൂടിപ്പോയി, സിംഹരാജാവിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് എനിക്ക് കാട്ടിലെ രാജാവാകണമെന്നാണ് ആഗ്രഹം. ഓ ഇല്ല ഇല്ല, എനിക്ക് കാട്ടിന്റെ റാണിയാവാനേ കഴിയൂ. മനസ്സിലായി. അതുകൊണ്ടാണ് നീ എല്ലാവരെയും ചതിക്കാൻ നോക്കുന്നത് അല്ലേ? ചേട്ടാ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും എന്നെ സൂത്രശാലിയായ കുറുക്കനെന്ന് വിളിക്കുന്നുവെന്ന്. ശരി ശരി, കാര്യത്തിലേക്ക് കടക്കാം. ആ സിംഹവും മാനും ഇപ്പൊ എവിടെയാ ഉള്ളത്? എളുപ്പത്തിൽ അവരെ എങ്ങനെ പിടിക്കാൻ സാധിക്കും? അതിനുശേഷം കുറുക്കൻ സിംഹത്തെയും മാനെയും ഒരുമിച്ച് എങ്ങനെ പിടിക്കാമെന്നുള്ള പ്ലാൻ വേട്ടക്കാർക്ക് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം വേട്ടക്കാർ അതിരാവിലെ തന്നെ സിംഹത്തെയും മാനെയും പിടിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. സമയം രാവിലെയാണ്. 4 വേട്ടക്കാരും തോക്കുകൾ പിടിച്ച് വേട്ടയാടാനായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അല്പനേരത്തിനുള്ളിൽ നമ്മുടെ ഇരകൾ വരും. നിങ്ങൾ കൃത്യമായി പറഞ്ഞു ചേട്ടാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരും വെടിവെക്കരുത്. ഇരകളെ നമുക്ക് ജീവനോടെ തന്നെ പിടികൂടണം. ശരി ചേട്ടാ. കുറച്ചു സമയത്തിന് ശേഷം മൃഗങ്ങളുടെ പദ്ധതി പ്രകാരം സിംഹം മാനിന് പിന്നാലെ വേട്ടയാടുന്നത് പോലെ ഓടി. വേട്ടക്കാർ തക്കം കിട്ടിയതനുസരിച്ച് സിംഹത്തെയും മാനിനെയും ഒരു മരത്തിന് ചുവട്ടിൽ പിടിച്ചു നിർത്തി. നിൽക്കവിടെ. എനിക്ക് നിങ്ങളെ ജീവനോടെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വെടിവെക്കില്ല. പക്ഷേ നിങ്ങൾ അല്പമൊന്ന് അനങ്ങിയാൽ വെടിയുതിർക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല. നിങ്ങൾ തോക്കുപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്. ഞാനും തയ്യാറാണ്. കണ്ടില്ലേ വേട്ടക്കാരൻ ചേട്ടാ, ഞാൻ എത്രമാത്രം ബുദ്ധിശാലിയാണെന്ന്. കുറുക്കാ, നീയോ? നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ,
കാരണം എനിക്ക് ഈ കാടിന്റെ റാണിയാകണമെന്നാണ് ആഗ്രഹം. നിനക്കാണെങ്കിൽ ഇത്രയൊക്കെ വയസ്സും ആയില്ലേ. അത് മാത്രമല്ല, നിന്നെക്കാളും ബുദ്ധി എനിക്ക് തന്നെയാണ് കൂടുതൽ. തെറ്റ്. നീ ഞങ്ങളെക്കാൾ വലിയ ബുദ്ധിശാലിയൊന്നും അല്ല. എന്താ എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എങ്ങനെ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഈ വേട്ടക്കാരുടെ കയ്യിലുള്ള തോക്കിന് മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഇവരെ രക്ഷിച്ചെടുക്കാനാകുമോ? ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കുന്നത് വരെ ഈ വേട്ടക്കാർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെയോ ഈ മൃഗങ്ങളുടെ ഇടയ്ക്ക് ആരെങ്കിലും വന്നാൽ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ വെടിവെക്കൂ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ വെടിവെക്കൂ. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ വെടിവെക്കൂ. നിൽക്കാൻ. ഞാൻ പറയുന്നത് അനുസരിക്ക്, അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ വെടിവെക്കൂ. 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 മൃഗങ്ങളെല്ലാം തങ്ങളുടെ നേർക്ക് വരുന്നത് കണ്ട് വേട്ടക്കാർ തോക്കിൽ നിന്നും വെടിയുതിർക്കാൻ തുടങ്ങി. അപ്പോൾ മരത്തിന് മുകളിലിരുന്ന് വില്ലുകുരങ്ങൻ കയറ് വെച്ച് താഴേക്കിറങ്ങി. വേട്ടക്കാരെല്ലാം കയറിൽ കുരുങ്ങി തലകീഴായി മരത്തിൽ തൂങ്ങിക്കിടന്നു. നീ എന്താ കരുതിയത് കുറുക്ക? നിന്റെ ചതി ഞങ്ങൾ മനസ്സിലാക്കില്ലെന്നോ? നിനക്ക് ഞങ്ങൾ എളുപ്പത്തിൽ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? നീ ഈ പ്ലാൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പ്ലാൻ പറഞ്ഞു തീർത്തിട്ട് നീ ഒരു തെറ്റ് ചെയ്തു. ഓർമ്മയുണ്ടോ? നീ പറഞ്ഞത് സുഖമില്ല, മരുന്ന് വാങ്ങാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നീ വൈദ്യന്റെ അടുത്തേക്കല്ലേ പോകേണ്ടത്? ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് നിന്നെ സംശയം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ തന്നെ വന്നു. പിന്നെ നിന്റെ ഈ ചതിപ്രയോഗം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പദ്ധതി പ്ലാൻ ചെയ്തത്. ശരി, നീ പറ, നിന്നെ കൊല്ലണോ അതോ വെറുതെ വിടണമോ? ഈ കുറുക്കനെ കൊല്ലുന്നതാണ് നല്ലത്. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ക്ഷമിക്കണം, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം സിംഹരാജൻ. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. സാധ്യമല്ല. തെറ്റു ചെയ്തവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ മരണശിക്ഷയാണ്. മാപ്പ് അർഹിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം സിംഹരാജൻ, എന്നോട് ക്ഷമിക്കണം. സാധ്യമല്ല. ഇന്നു നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമേയില്ല. വേണ്ട സിംഹരാജ, കുറുക്കനെ കൊല്ലുന്നതിന് മുമ്പായി ഈ വേട്ടക്കാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാലോചിക്ക്. ആദ്യം ഇവന്റെ കഥ കഴിക്കേ. കൊല്ലണം, ഇവനെ വെറുതെ വിടരുത്. ഇല്ല, ഇവരെന്നെ പിടികൂടണമെന്ന് തീരുമാനിച്ചപ്പോൾ ജീവനോടെ പിടികൂടണമെന്നാണ് തീരുമാനിച്ചത്. അത് ഞാൻ ഇവിടെ കുടുങ്ങിയപ്പോൾ എന്നോട് പറയുകയും ചെയ്തു. അതിന്റെ അർത്ഥം ഇതാണ്: അവർക്കെന്നെ കൊല്ലാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. ശരിയാ പറഞ്ഞത് സിംഹരാജാവേ. മനുഷ്യരായി അവർ നമ്മളെ കൊല്ലാൻ ഉദ്ദേശിക്കാതിരിക്കുമ്പോൾ നമ്മളും അവരെ ഒരിക്കലും കൊല്ലാൻ ഉദ്ദേശിക്കരുത്. നല്ല ചിന്തയാണ് സിംഹരാജൻ. താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. വേട്ടക്കാരെ എല്ലാം അഴിച്ചുവിടൂ. കുരങ്ങൻ വേട്ടക്കാരെ ബന്ധിച്ച് കയറഴിച്ചു. ഇപ്പോൾ എല്ലാ വേട്ടക്കാരും സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോകാം വേട്ടക്കാരെ. നന്ദിയുണ്ട് സിംഹരാജൻ. താങ്കളുടെ നല്ല ചിന്ത കാരണം ഞാനും ഇന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി വേട്ടയാടില്ല എന്ന്. നന്ദി ഒരിക്കൽ കൂടി. ക്ഷമിക്കണം സിംഹരാജൻ, ക്ഷമിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാവരോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയും, എന്നാൽ നിന്നോട് പറ്റില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ് സിംഹരാജൻ. ഞാൻ ചെയ്ത കുറ്റത്തിന് മരണം തന്നെയാണ് ശിക്ഷയായി നൽകേണ്ടത്. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എനിക്ക് തന്നാലും ഇനി സമയം പാഴാക്കേണ്ട കാര്യമില്ല. എന്നെ കൊന്നുകളയൂ സിംഹരാജൻ, എന്നെ കൊന്നുകളയൂ. നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് ബോധ്യമായില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. പൊയ്ക്കോ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആ പൊയ്ക്കോ, ഞാനും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കണ്ടില്ലേ കുറുക്ക, ഇതുകൊണ്ടാണ് സിംഹത്തിനെ രാജാവെന്ന് വിളിക്കുന്നത്. ഒരു രാജാവിന് ബുദ്ധിയും സാമർഥ്യവും മാത്രമല്ല, നല്ല ഗുണങ്ങളും ഉണ്ടാവണം. ചെല്ല്, ഞങ്ങൾ എല്ലാവരും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പറയൂ, ഞങ്ങൾ എല്ലാവരും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആ, വളരെ നന്ദിയുണ്ട്, നന്ദിയുണ്ട്.
ഈ മണ്ടന്മാര് എന്നെ വെറുതെ വിട്ടത് വളരെ വലിയ തെറ്റായെന്നേ ഞാൻ പറയൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.